നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ ചുരുക്കത്തിൽ നോക്കാം. സ്വാഗതം തേഴ്സ്ഡേ റൗണ്ടപ്പിലേക്ക്. 8 പേരുടെ മരണത്തിനിടയാക്കിയ BC ടംബ്ലർ റിഡ്ജ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ 6 മാസത്തിന് ശേഷം പുറത്തുവന്നു. സംയുക്ത മാധ്യമ കൂട്ടായ്മ കോടതിയെ സമീപിച്ചാണ് ഈ വിവരങ്ങളും രേഖകളും സ്വന്തമാക്കിയത്. കേസിലെ പ്രതിയായ 18-കാരി ജെസ്സി വാൻസുലാർ നടത്തിയ ആക്രമണത്തിൽ 8 പേരാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിന് ശേഷം ഇവർ സ്വയം വെടിവെച്ച് മരിക്കുകയായിരുന്നു. അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ എത്ര പേരാണ് ആക്രമണത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന കാര്യത്തിൽ പോലീസിന് വ്യക്തമായ നിലപാടില്ലായിരുന്നെന്നും ആശയക്കുഴപ്പമുണ്ടായിരുന്നെന്നും രേഖകൾ വ്യക്തമാക്കുന്നു. കേസിൽ അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണെന്ന് BCRC MP വ്യക്തമാക്കി. കനേഡിയൻ സൈനിക ഓഫീസുകളിൽ ഉപയോഗിക്കേണ്ട ഭാഷയെ ചൊല്ലി വിവാദം ഉയർന്നതോടെ 2025 ഉത്തരവ് വീണ്ടും പരിശോധിക്കാൻ പ്രതിരോധ മന്ത്രി ഉത്തരവിട്ടു. ജോലിസ്ഥലത്തെ ഭാഷാ മാറ്റത്തിനെതിരെ ജീവനക്കാരിൽ നിന്നും വിവിധ സംഘടനകളിൽ നിന്നും ശക്തമായ പരാതി ഉയർന്ന പശ്ചാത്തലത്തിലാണ് പുതിയ നീക്കം. പുതിയ നിയമപ്രകാരം ഒരു ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണോ അതിനനുസരിച്ച് മാത്രം ഭാഷ തീരുമാനിച്ചാൽ മതിയെന്ന സ്ഥിതി വന്നിരുന്നു. ഇംഗ്ലീഷ് മേഖലകളിൽ ജോലി ചെയ്യുന്ന ഫ്രഞ്ച് ഭാഷക്കാരായ സൈനികർക്ക് കമാൻഡ് ചെയ്യാനോ അതുപോലെ തന്നെ സ്ഥാനക്കയറ്റം നേടാനോ ഇത് തടസ്സമാകുമെന്ന് കൺസർവേറ്റീവ് പാർട്ടി ആരോപിച്ചിരുന്നു. സൈനികരുടെ ഭാഷാ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് പ്രതിരോധ മന്ത്രി ഉറപ്പു നൽകി. ഈ സ്കൂട്ടറുകളും ബൈക്കുകളും ഉപയോഗിച്ചുണ്ടാകുന്ന അപകടങ്ങൾ കുട്ടികൾക്ക് ഗുരുതര ഭീഷണിയാകുന്നതായി കനേഡിയൻ പീഡിയാട്രിക് സർവലൻസ് പ്രോഗ്രാമിന്റെ പുതിയ റിപ്പോർട്ട് പുറത്തുവന്നു. 2025 ഇത്തരം വാഹനങ്ങളുമായി ബന്ധപ്പെട്ട പരിക്കേറ്റ് 10 കുട്ടികളാണ് മരിച്ചത്. ഇതിൽ 6 മരണങ്ങളും ഒന്റാരിയോയിലാണ് റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ വർഷം അപകടത്തിൽപ്പെട്ട് ഗുരുതരമായി പരിക്കേറ്റ 57 കുട്ടികളെ കണ്ടെത്തിയിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച 50% തീരുവ ഓഗസ്റ്റ് 19 മുതൽ പ്രാബല്യത്തിൽ വരാനിരിക്കെ US സമർപ്പിച്ച പുതിയ നിർദ്ദേശം കാനഡ തള്ളി. വിട്ടുവീഴ്ചയ്ക്കായി വാഷിംഗ്ടണിൽ ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ ചർച്ച തുടരുകയാണ്. അതേസമയം പുതിയ തീരുവകൾ കാനഡയിലെ പ്രവിശ്യകളെ വ്യത്യസ്ത രീതിയിലാണ് ബാധിക്കുകയെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ബ്രിട്ടീഷ് കൊളംബിയ, ക്യൂബക്, ഒന്റാരിയോ തുടങ്ങിയ പ്രവിശ്യകൾക്ക് വലിയ സാമ്പത്തിക തിരിച്ചടി നേരിടുമ്പോൾ ഊർജ്ജ മേഖലയ്ക്ക് ഇളവുള്ളതിനാൽ ആൽബർട്ട, സസ്കാച്ചവൻ എന്നീ പ്രവിശ്യകളെ ഇത് കാര്യമായി ബാധിക്കില്ല. പ്രവിശ്യകൾ തമ്മിലുള്ള ഈ സാമ്പത്തിക വ്യത്യാസം മുതലെടുത്ത് കാനഡയ്ക്കുള്ളിൽ രാഷ്ട്രീയ ഭിന്നതയുണ്ടാക്കാൻ അമേരിക്ക ശ്രമിച്ചേക്കാമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. കനേഡിയൻ സമ്പദ് വ്യവസ്ഥയെ സംരക്ഷിക്കാനും മറ്റു മേഖലകളിലെ തീരുവ കുറയ്ക്കാനും സഹായിക്കുമെങ്കിൽ US വൈനുകൾ വിപണിയിൽ തിരിച്ചെത്തിക്കുന്നതിനെ പിന്തുണയ്ക്കാമെന്ന് ഒന്റാരിയോ വൈനറി ഉടമകൾ അറിയിച്ചു. ട്രംപിന്റെ നികുതി വർധനവിനെ തുടർന്ന് കഴിഞ്ഞ മാർച്ചിലായിരുന്നു കാനഡയിലെ മദ്യവിൽപ്പനാശാലകളിൽ നിന്ന് US വൈനുകൾ ഒഴിവാക്കിയത്. മരം, അലൂമിനിയം നിർമ്മാണ മേഖലകൾക്ക് നേട്ടമുണ്ടാകുമെങ്കിൽ അമേരിക്കൻ വൈനുകൾ തിരികെ കൊണ്ടുവന്നാൽ സ്വീകരിക്കുമെന്ന് ഒന്റാരിയോയിലെയും ക്യൂബക്കിലെയും ഒരു വിഭാഗം വ്യവസായികൾ നിലപാടെടുത്തു. എന്നാൽ ഇതിനെ തുടർന്ന് കടുത്ത രാഷ്ട്രീയ വിമർശനങ്ങളും ഉയരുന്നുണ്ട്. കാനഡയിലെ മലയാളി ശബ്ദം